welcome to my YouTube channel Views of Chinmay. So it's been a long time and long videos and vlogs ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇന്ന് ഞാനൊരു വലിയ വ്ളോഗ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മേ ബി പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആയിട്ട് ഇടാൻ പോലെ. സോ നിങ്ങൾ തമ്മിലിൽ കണ്ടല്ലോ, അത് തന്നെ നമ്മുടെ എൻ്റെ കസിൻ്റെ വെഡിങ് ആട്ടോ. അപ്പോൾ അമ്മു ചേച്ചിയുടെ കല്യാണമാണ് ഈ വരുന്ന സെപ്റ്റംബർ 8. അപ്പം നമ്മുടെ കസിൻസിൻ്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ പ്രിപ്പറേഷൻസ് ഒക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ, ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലേ. അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ച് വ്ളോഗ് എടുക്കണം. പക്ഷേ കറൻറ്റ്ലി എൻ്റെ ഫോണിന് ചെറുതായിട്ടൊന്ന് പണി കിട്ടി ഗൈസ്. ഈ ഫോണിൽ ഒന്നാമത് കുറേ ലൈൻസ് ഉണ്ട്. എൻ്റെ ഡിസ്പ്ലേ പോയ ഫോണാണ്. ആൻഡ് ഒന്ന് ഞാൻ ചാർജിൽ വെച്ചപ്പോൾ സംഭവം ഒന്ന് സ്റ്റക്കായിപ്പോയി. ഞാൻ ഒന്ന് ജസ്റ്റ് റീബൂട്ട് ചെയ്തത്, പക്ഷേ സാധനം അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് പണിയൊക്കെ കിട്ടി. പക്ഷെ ശരിയായിട്ടോ, ഫോൺ ശരിയായി, ഫോണും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശരിയായിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ചൊരു വ്ളോഗൊക്കെ എടുക്കാൻ കുറേ നാളായില്ലേ നമ്മൾ എടുത്തിട്ട്. അപ്പോൾ ഇത് കാരണമാണ്, ഫോണിന് കുറേ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. പിന്നെ ഞാനിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഫോണില്ല. ഇപ്പം നിലവിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ അത്ര ക്ലാരിറ്റി ഇല്ല. അപ്പോൾ എൻ്റെ പഴയ ഈ ഡിസ്പ്ലേ പോയ ഫോണിലാണ് ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈൻസ് കാണിച്ചു തരാം. ഇതിൽ കൂടി കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഇതിൽ നിൽക്കുന്നത്. മിററിൽ കാണാൻ പറ്റുന്നുണ്ടോ? ലെറ്റ് മീ ഷോ യു. കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഇതിൽ നിഗമനം. സോ അതൊക്കെയാണ് എൻ്റെ ഫോണിൻ്റെ അവസ്ഥ. അപ്പം നിലവിൽ എൻ്റെ ഒരു ഇച്ചിരി ക്ലാരിറ്റിയൊക്കെ ഉള്ള ഫോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഓപ്പോ റെനോ 5 Pro ആണ്. അപ്പോൾ ഇതിലാണ് ഞാൻ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൺസിസ്റ്റൻറ്റിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, അത് ഞാൻ കുറച്ച് കണ്ടൻറ്റും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ക്യാമറ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ളൊരു ഐഫോണോ എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ അതൊക്കെ ആയതിന് ശേഷം നിങ്ങളിലേക്ക് കുറച്ചും കൂടി എന്താ പറയുക, നിങ്ങൾക്കും കൂടി ഹെൽപ്ഫുള്ളായ വീഡിയോസൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അന്നാലൊരു ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനൊരു സെലിബ്രിറ്റി ഒന്നല്ലല്ലോ. പിന്നെ നമ്മളിത് 1K ആവാറായിട്ടോ. അപ്പോൾ ഐ എം സോ ഹാപ്പി. കാരണം ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8-9 മന്തായി. നമ്മൾ ഒക്ടോബർ എന്തോ ആകുമ്പോൾ 1 year ആവും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് യൂട്യൂബ്. സോ ഇറ്റ്സ് എന്താ പറയുക, എൻ്റെ ഒരു പാഷനാണ് യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുക. എനിക്ക് എടുക്കുന്നത് ഇഷ്ടമാണ്, നിങ്ങളോട് സംസാരിക്കുന്നത് ഇഷ്ടമാണ്. സോ അങ്ങനെയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റീസൺസ് ഞാൻ എപ്പോഴും വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. പക്ഷേ വൺസ് ഇതെല്ലാം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വ്ളോഗും അതുപോലെ തന്നെ ഷോർട്സും എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ പക്കയായിട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എനിവേ ഐ ഹോപ്പ് വൺ ഡേ ഞാനൊരു റീച്ച് എത്തും. പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഞാൻ ഇടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് സാധനങ്ങളും കുറച്ച് നമുക്ക് എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യം ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ വിചാരിക്കുന്ന പേഴ്സണലി ഐ ബിലീവ് ദാറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത്യാവശ്യം നല്ല കണ്ടന്റ് എത്തിക്കണം. കാരണം ഇത്രയും പേര് കാണുന്നത് ഷവർ പോലെ കണ്ടന്റ് ഇടേണ്ട കാര്യമില്ല. സോ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യും ആസ് എനിക്ക് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ. അത് കുറേ ഇങ്ങനെ ബ്ലാ 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 പോലെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. സോ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഫെഡപ്പ് തോന്നും, എനിക്കും ഒരിത് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി ഞാൻ ഇങ്ങനെ ഇടാത്തത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, കണ്ടന്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് എക്വിപ്മെൻറ്റ്സിൻ്റെ ഒക്കെ കുറവ് കാരണം നമ്മൾ നിലവിൽ അതൊന്നും നിർത്തി വെച്ചേക്കുക. പക്ഷേ സൂൺ ആസ് പോസിബിൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ഒന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ സെറ്റായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. ബിക്കോസ് ക്യാമറ ഇല്ലെങ്കിൽ ഞാനൊരു ഐഫോൺ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായാലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് ദ റീസൺസ് വൈ ഐ എം നോട്ട് പോസ്റ്റിംഗ് ദ വീഡിയോ കറൻറ്റ്ലി അപ് ടു ഡേറ്റ് ആയിട്ട്. അപ്പോൾ എന്ന് നമ്മൾ പറഞ്ഞു തന്നെ, അതെ എൻ്റെ കസിൻ്റെ വെഡിങ് ആണ് വരുന്നത് 8th. സോ ഐ എം സോ എക്സൈറ്റഡ്. സോ എനിവേ ഫസ്റ്റ് ഞാൻ ഹാപ്പി മാരീഡ് ലൈഫ് പൊളിക്കി. ഇപ്പുറത്ത് കുക്കുടു നിൽക്കുന്നുണ്ട്. ഇറ്റ്സ് മൈ കസിൻ. എൻ്റെ ട്രൈപോഡ് ഇപ്പോൾ കുക്കുടു ആണ്. താങ്ക് യു കുക്കുടു. ഇപ്പോൾ അല്ലേ ബാക്കിയും കൂടി എടുക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ വെഡിങ് വ്ളോഗ് തലേ ദിവസം ചെറിയൊരു പരിപാടി ഉണ്ട്, തിരുവാതിരയൊക്കെ ഉണ്ട്. സോ എല്ലാം എന്തേ കാണുന്നതായിരിക്കും. അപ്പോൾ ലോങ് വീഡിയോ ആയി ഞാൻ കട്ട് ചെയ്തിട്ട് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടായിരിക്കും ഇടാൻ പോകുന്നത്. സോ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് വാ. ഹലോ പറഞ്ഞാൽ മിത്തു. ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ മെഹന്തി എല്ലാവർക്കും ഇട്ട് കൊടുക്കുകയാണ്. മെഹന്തി ആർട്ടിസ്റ്റ് മീനു, ശരി ചേച്ചി, എല്ലാവരും ഉണ്ട് ഇവിടെ. മിത്തൂസ്, അപ്പൊ എന്തെന്ന് പരിപാടി എന്താ? ഞാൻ ചോദിക്കണമല്ല, ഇന്ന് എന്താ പരിപാടി? മിത്തുവിന് എന്താ തോന്നുന്നത്? എന്താ പരിപാടി? എന്താ അമ്മ ചേച്ചിയുടെ എന്താ? എന്റെ പൊന്നെ, നാളെ ഞാൻ ചേച്ചിയുടെ കല്യാണം അല്ലേ? സിറ്റ് ഡൗൺ. മിത്തു അമ്മ ചേച്ചിനെ മിസ് ചെയ്യോ? അമ്മ ചേച്ചി ചേച്ചിനെ മിസ് ചെയ്യില്ല കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. സോ നമ്മൾ രാവിലെ എണീറ്റ്. സോ ഇന്ന് സെക്കൻഡ് ഡേ ആണല്ലേ, നാളെയാണ് വെഡ്ഡിങ്.
ഇന്ന് നമ്മൾ വൈകുന്നേരം തിരുവാതിരയൊക്കെ ഉണ്ട് അല്ലേ? നമ്മൾ പോയി ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ നമ്മളൊക്കെ ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇന്ന് മെഹന്തി ഇടലാട്ട പരിപാടി. മോർണിംഗ് തൊട്ട് നമ്മൾ എല്ലാവർക്കും മെഹന്തി കിറ്റ് കിടക്കാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഓൾ സെറ്റാണ്. അപ്പോൾ അമ്മു ചേച്ചിയുടെ കയ്യിലൊക്കെ ഇതേ നമ്മൾ ഇട്ട് കഴിഞ്ഞു. പിന്നെ അവിടെ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പിന്നെ എന്താ കസിൻസും അതല്ല ബന്ധുക്കളും അമ്മു ചേച്ചിയുടെ എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ. ഇത് മിത്തുവാണ്. മിത്തുവിന് ചെറുതായിട്ട് പനി പോലെയുണ്ട്. അപ്പോൾ മിത്തുവിനെ കിടക്കുമായിരുന്നു. അങ്ങനെ ഇതേ നമ്മുടെ ഒഫീഷ്യലി നമ്മുടെ മെഹന്തി ആർട്ടിസ്റ്റ് മീനു ആണിത്. ആൻഡ് മീനും അടിപൊളിയായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇട്ടുന്നു. പിന്നെ ഇവിടെ എല്ലാവരും ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളാണ്. പിന്നെ ഇന്ന് ഈവനിങ് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. ആദ്യം ഞാൻ റെഡിയായി. അപ്പോൾ തിരുവാതിര ഒന്നും ഈ വ്ളോഗിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഞാൻ ചുമ്മാ ഷോർട്സ് ആയിട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓൾ സെറ്റ് ഞാൻ ഈ ഒരു പിങ്ക് ബ്ലൗസ് ആൻഡ് ഒരു സെറ്റ് കൊണ്ടാണ് എടുത്തത്. പിന്നെ മുല്ലപ്പൂവൊക്കെ വെച്ച് ഓൾ സെറ്റ്. പിന്നെ മിത്തുവിന് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്തു. ദെൻ നമ്മൾ തിരുവാതിരയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. Ammu Chichi is all ready. ഞാൻ മാത്രം റെഡി. മീനു is going to ready. We all ready. നമ്മളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ദെൻ നമ്മൾ നൈറ്റിൽ കുറച്ച് സീൻസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ കുട്ടീസാണ് ഇതെല്ലാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇച്ചിരി ലോങ് ആണെന്ന് തോന്നുന്നു. ഇനി എല്ലാം കാണാൻ ശ്രമിക്കുക. അപ്പോൾ പാർട്ട് 2 കമ്മിങ് സൂൺ. അപ്പോൾ ടാറ്റ ബൈ ഗായ്സ്. അപ്പോൾ സമയം ഇപ്പോൾ 2:15 2:15 നമ്മളിവിടെ ഉറങ്ങിയിട്ടില്ല. അപ്പം എൻ്റെ ബാക്കിൽ അത് കണ്ട നമ്മൾ ബാക്കിലൊക്കെ ഉണങ്ങണം. ഇനി മെഹന്തിയൊക്കെ ഇട്ട് ഇന്നലെ ഇട്ടു, ഇന്ന് രാവിലെ ഇട്ടു. ബാക്ക് വശത്തേയും കൂടി ഇട്ടു. രണ്ടത്തെ മീനു ഇപ്പോഴിടുന്നത്. മീനു ആണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. സോ മീനുവിന് ഇപ്പോഴാണ് സമയം കിട്ടിയത്. നമ്മുടെ ബ്രൈഡൊക്കെ ഉറങ്ങി, നമ്മൾ മാത്രം ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും കിടക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ 2:30 ആവാറായി. മീനുവിന് എന്താ പറയാനുള്ളത്? ഹലോ ഗായ്സ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? എല്ലാവരും മീനുവിനെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ മെഹന്തി എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട്. അതെ, മീനു ഫ്രീലാൻസ് ആയിട്ട് മെഹന്തി സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ? യെസ്. ആൻഡ് ഓൾസോ മേക്ക് ഓവർ ഷൂട്ട് അല്ല മേക്ക് ഓവർ ഒക്കെ ഇല്ലേ? നമ്മൾ തുടങ്ങുമല്ലോ. Yeah, so if you want any mehendi work, so please contact me. Yes. അപ്പോൾ അത്ര ഉള്ളത്. നമ്മളിനി കുറച്ച് കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂറെങ്കിലും 2 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അപ്പോൾ വിഷ്ണു ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് അൽഫാം വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. മുടി നിങ്ങൾ കണ്ടൊന്നും തോന്നരുത്, ഒരുമാതിരി ഉറക്കപ്പിച്ചിലാണ് ഞാൻ. ഓക്കെ, സോ എൻ്റെ കൈ എങ്ങനെയുണ്ട്? കൊള്ളാതെ. ഇനി നമ്മൾ നാളത്തെ വീഡിയോ ആയിരിക്കും കാണാൻ പോകുന്നത്. സോ നാളത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കല്യാണമാണ്. ഗൈസ് ബൈ. നമ്മൾ അൽഫാം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങും. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ അൽഫാമൊക്കെ കഴിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ 3 മണി. ഇനി നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നാളത്തെ കാര്യം ഫ്ലോപ്പ്. സോ ഗുഡ് നൈറ്റ്, ബൈ. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. അപ്പം നമുക്ക് നാളെ കാണാം.